നമസ്കാരം. ഇന്ന് 3-4 അടുക്കള ടിപ്പ് കേട്ടോ. അറിയുമായിരിക്കും, നിറയെ പേർക്ക് അറിയും. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണം കേട്ടോ. നമ്മൾ പുളിയില്ലേ, പിഴിയണ പുളി, അത് വന്നിട്ട് എന്തെങ്കിലും ഒരു കൂട്ടാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വേണ്ടി വരുള്ളൂ. നമുക്ക് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് അത് എടുക്കുമ്പോഴേക്കും ഒരുപാട് സമയം പോണ പോലെ തോന്നും. അതിനൊരു ട്രിക്ക് ഉണ്ട് കേട്ടോ. അതായത് ഒരു 1/4 കിലോളം പുളി നമ്മളൊരു കുക്കറിലിട്ടിട്ട് കുറച്ച് വെള്ളം, ജാസ്തി വെള്ളം ഒഴിക്കുക, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരു വിസിൽ വരുന്നവരാക്കി ഓഫ് ചെയ്തിടാം. ഓഫ് ചെയ്തിട്ട് അതിൻ്റെ നല്ലോണം ആറിയ ശേഷം അതിന് നന്നായി പിഴിഞ്ഞ് ആ തിക്കായിട്ടുള്ള ജ്യൂസിനെ ഒരു ബോട്ടിലിൽ, ഗ്ലാസ് ബോട്ടിലിൽ കേട്ടോ, ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് പിന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ നമുക്ക് ആവശ്യം വരുമ്പോൾ ഒരു സ്പൂൺ എടുത്തതിലേക്ക് ഇടുകയുണ്ട്. പെട്ടെന്ന് പണി കഴിയണ പോലെ തോന്നും. അടുക്കള പണി പെട്ടെന്ന് തീരാനൊരു ചെറിയൊരു ഇതാണിത്. പിന്നെ ഇനി അടുത്തത് വന്നിട്ട് മുരിങ്ങക്കായ വന്നിട്ട് സീസണിൽ നിറയെ കിട്ടും, അല്ലാത്ത സമയത്തൊന്നും കിട്ടില്ല. അങ്ങനെ പല ബുദ്ധിമുട്ടുകളും നമുക്ക്, അതിൻ്റെ ഒരു സ്മെല്ല് വേണം പറയാൻ ചില സമയത്ത് കിട്ടുകയില്ല. കടയിൽ പോയാൽ ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് സീസണിൽ കിട്ടുന്ന സമയത്ത് അതിനെ ചെറിയ ഇതാക്കിയിട്ട് നല്ല ടൈറ്റായിട്ടുള്ളൊരു ഡപ്പയിൽ ടൈറ്റായിട്ട് അടച്ചു വയ്ക്കുക. അല്ലെങ്കിൽ സിപ്പ് ലോക്കിലാണെങ്കിലും മതി. സിപ്പ് ലോക്ക് കവറിൽ അല്ലെങ്കിൽ ഡപ്പയിൽ നന്നായിട്ട് അടച്ചു വെച്ചിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ ആവശ്യം വരുന്നോ അതിന് കുറേ മുമ്പ് ഒരു 4 എണ്ണം എടുത്ത് വെച്ചിട്ട് ആവശ്യമുള്ളത് എടുത്തിട്ട് വേവിച്ചാൽ മതി. കുറച്ച് വേവ് ജാസ്തിയായിരിക്കും, പക്ഷേ അതിൻ്റെ ആ നല്ല സ്മെല്ല് കിട്ടും. അത് 1 വർഷം വരെയും കേടുവരാതെ അങ്ങനെ ഇരിക്കും. ഇനി ഒന്ന് വെല്ലം വന്നിട്ട്, വെല്ലം നമ്മളിപ്പോൾ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അതിൽ വന്നിട്ട് ഒരു ജാതി വെള്ള കളറിലൊരു പൂപ്പൽ വന്നിട്ട് നമുക്കത് ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ പിടിക്കാത്ത പോലെ ആവും. അത് അങ്ങനെ വെള്ളപ്പൂപ്പൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കളയേണ്ടി വരും. അപ്പോൾ അതിനൊരു ഇതെന്താ വെച്ചാൽ അത് വന്നിട്ട് വാങ്ങിയ ഉടനെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക. ഫ്രിഡ്ജിലേക്ക് ഒരു ഡപ്പയിൽ എന്തെങ്കിലും ആക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ പിന്നെ അതിൽ ആ പൂപ്പൽ വരണേ ഇല്ല, വൃത്തിയായിരിക്കുകയും ചെയ്യും. ഇനി വന്നിട്ട് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും ആ പിഴിയണ പുളിയല്ലേ ഒഴിക്കുക. പൊതുവേ പറയും പിഴിയണ പുളി നന്നല്ല, മറ്റേ കുടംപുളിയാണ് നല്ലത്. നോർത്ത് ഇന്ത്യൻസ് ഒന്നും പുളി ഉപയോഗിക്കാത്തതുകൊണ്ടാണ് അവരുടെ സ്കിൻ ഇത്രയും ഗ്ലോ ആയിട്ടിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. മറ്റേ കുടംപുളിയാണ് നല്ലതെന്ന്. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് വെറുതെ ഒരു പ്രാവശ്യം നമ്മുടെ പാലക്കാട് സമയം തേങ്ങയൊക്കെ അരച്ച് വെക്കില്ലേ, അതിൽ വന്നിട്ട് മറ്റേ പിഴിയണ പുളിക്ക് പകരം ഈ കുടംപുള്ളിയുടെ ഒരു 2 കഷ്ണം ഇട്ട് ഉണ്ടാക്കി നോക്കൂ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ഡിഫറെൻറ്റ് ടേസ്റ്റ് ഉണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഞാൻ ഇടയ്ക്കൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ.